നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹ നിശ്ചയ മോതിരങ്ങളും വിവാഹമോതിരങ്ങളും അല്ലാതെ തന്നെ പലരും പല ടൈപ്പിലുള്ള പല ഫാഷനിലുള്ള മോതിരങ്ങളൊക്കെ തന്നെ അണിയുന്നവരാണ്. എന്നിരുന്നാലും പ്രായം, ഭാരം, താപനില, മറ്റ് സാഹചര്യങ്ങളൊക്കെ മോതിരങ്ങൾ ധരിക്കുന്നവർക്ക് ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഒരു മോതിരം വിരലിൽ കുടുങ്ങിപ്പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ധരിക്കുന്നയാൾക്ക് വളരെ ഇറുകിയതിനാൽ ഒരാളുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ മുറിയുന്നതിനെ കുറിച്ചോ കേൾക്കുന്നത് അസാധാരണമല്ല. പലപ്പോഴും നമുക്ക് തന്നെ അത് സംഭവിക്കാറുണ്ടാകും. എന്നാൽ മോതിരം നശിപ്പിക്കാതെ ഒരാൾക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു ചോദ്യം. പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ മോതിരം വിരലിൽ കുടുങ്ങിപ്പോകുമ്പോൾ നമ്മളെ കൊണ്ട് അത് ഊരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഉടനെ വിളിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ ആദ്യം ആശുപത്രിയിൽ ചെല്ലും, അതിനുശേഷം ഡോക്ടർമാരും കൈവിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആദ്യം പിന്നീട് വിളിക്കുന്നത് ഫയർഫോഴ്സിനെ ആയിരിക്കും. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ ഒരു കൈവിരലിൽ മോതിരം കുടുങ്ങി പോവുകയും എന്നാൽ അത് നിസ്സാരമെന്ന് തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒരു യുവാവ് ചെയ്തത്. പക്ഷേ മോതിരങ്ങൾക്ക് മുകളിലൂടെ പിന്നീട് മാംസം വളർന്ന് അതീവ ഗുരുതര അവസ്ഥയിൽ വിരലാവുകയായിരുന്നു. ചികിത്സ തേടിയ യുവാവിനെ പിന്നീട് രക്ഷകരായതും ഈ പറയുന്ന അഗ്നിരക്ഷാ സേനയാണ്. വിരൽ മുറിച്ചു മാറ്റാതെ രക്ഷയില്ലെന്നാണ് ഡോക്ടർമാരടക്കം വിധി എഴുതിയത്. അവിടെയാണ് അഗ്നിരക്ഷാ സേനയുടെ ഇടപെടൽ ഉണ്ടായത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള രതീഷ് കുറേയേറെ വർഷങ്ങളായി സ്റ്റീൽ മോതിരങ്ങളും സ്റ്റീൽ സ്പ്രിംഗ് മോഡൽ മോതിരവും ഒക്കെ തന്നെ ഇടത് കൈവിരലിൽ ഉപയോഗിച്ചു വരികയായിരുന്നു. പല കാലങ്ങളായി മോതിരം ഊരിമാറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മോതിരം കൈവിരലിൽ ഇങ്ങനെ തന്നെ തുടർന്നു. ഇതിന് മുകളിലൂടെ ദശ വളർന്ന് മോതിരം പിന്നീട് മൂടുന്ന അവസ്ഥയിലായി. ഇത് ഇന്നൊന്നിനും തുടങ്ങിയതല്ല. കുറേ കാലങ്ങളായിട്ട് ഈ മോതിരം ഊരാതെ അതിന് നിസ്സാരമെന്ന് ഏതെങ്കിലും സമയത്ത് ഇത് ഊരി വരുമെന്ന് കരുതിക്കൊണ്ടാണ് ഈ യുവാവ് ഇതിനാദ്യം നിസ്സാരമായിട്ട് തള്ളിയത്. പക്ഷേ അതിന് മുകളിലൂടെയും ഇത്തരത്തിൽ ദശ വളരുന്നത് ആ യുവാവ് ആദ്യമൊന്ന് ശ്രദ്ധിച്ചില്ല. പിന്നീട് വിരൽ വേദനിക്കാൻ തുടങ്ങി. അസഹനീയമായപ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടി എത്തുന്നത്. ആ സമയം എത്തുമ്പോഴേക്കൊക്കെ തന്നെ തനിയെ അത് ഊരാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത്രയും ഗുരുതരമായിട്ടുണ്ടായിരുന്നു. പരിശോധിച്ച ഡോക്ടർമാരടക്കം ആദ്യം ഞെട്ടി. പിന്നീട് കൈവിരൽ മുറിച്ചു മാറ്റാതെ രക്ഷയില്ലെന്നായി ഡോക്ടർമാരുടെ സംഘവും. അവസാനഘട്ട ശ്രമമെന്ന നിലയിലാണ് മെഡിക്കൽ കോളേജ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തുകയായിരുന്നു. വിരലുകൾ മുറിക്കാതെ തന്നെ വളയങ്ങൾ മാംസത്തിന് പുറത്തെടുത്ത് നൽകാമെന്നും തിരുവനന്തപുരം അഗ്നിരക്ഷാ സേന അവിടെ നിന്ന് വന്നിട്ടുള്ള സേനാംഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാർക്ക് ഉറപ്പ് നൽകുകയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നും ഊരാൻ സാധിക്കില്ലായിരുന്നു. ഒരുപാട് സമയമെടുക്കുമായിരുന്നു. മാത്രവുമല്ല ആ മോതിരം അത്രയും ഒരു ഗുരുതര നിലയിലായിട്ട് ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ യുവാവിന് അസഹനീയമായ വേദന ഉണ്ടായിരുന്നു. ഒരാൾ പോലും അവിടെ തൊട്ടുകഴിഞ്ഞാൽ അത്രയേറെ വേദനയായിരുന്നു, അല്ലെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു ആ യുവാവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഒടുവിൽ യുവാവിനെ അനസ്തേഷ്യ നൽകിയ ശേഷം 1.5 മണിക്കൂറിലേറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് 6 വളയങ്ങളുള്ള സ്റ്റീൽ സ്പ്രിംഗ് മോതിരവും മറ്റൊരു മോതിരവും അഗ്നിരക്ഷാസേന അറുത്തെടുത്തത്. അതായത് അനസ്തേഷ്യ വരെ കൊടുക്കേണ്ടി വന്നു. അതിൽ നിന്ന് തന്നെ എത്രത്തോളം ഗുരുതരമായിരുന്നു ആ മോതിരം ഈ വിരലിൽ കുടുങ്ങിയിട്ടുള്ള ദശ വളർന്നിട്ടുള്ള ആ വിരലിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരം അഗ്നിരക്ഷാ നിലയത്തിലെ FRO ഷഹീർ, വിഷ്ണുനാരായണൻ, അനീഷ് GK, ശ്രീജിത്ത്, FRO അഭിലാഷ് എന്നിവരാണ് ഈ ഒരു ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് മുൻപിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ പലപ്പോഴും വരാറുണ്ട്. ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ വിരലിൽ മോതിരം കുടുങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ അഗ്നിരക്ഷാ സേനയും ഇത്തരത്തിൽ പോലീസ് കൈവിട്ട ഒരു യുവാവിനെ രക്ഷിച്ച കാര്യം നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ജനനേന്ദ്രിയത്തിലായിരുന്നു. ഒരു നട്ട് കുടുങ്ങിയ അവസ്ഥയിൽ അത് തീരെ ഊരാൻ പറ്റാതെ ഇത്തരത്തിൽ അസഹനീയമായ വേദനയുമായി ഈ പറയുന്ന യുവാവ് ആശുപത്രിയിലെത്തിയത്. ഒടുവിൽ ഡോക്ടർമാർക്കും എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. കാരണം ഡോക്ടർമാരും ഇത്തരത്തിലുള്ള സാഹചര്യം മുൻപ് അല്ലെങ്കിൽ അവർക്കതും നേരിട്ടുള്ള ഒരു കഴിവില്ല. പക്ഷേ ഒടുവിൽ അഗ്നിരക്ഷാ സേനയെ തന്നെ ഡോക്ടർമാർ വിളിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് വളരെ സമയമെടുത്ത്, ഇത്തരത്തിൽ മണിക്കൂറുകൾ സമയമെടുത്ത് ഈ ജനനേന്ദ്രിയത്തിൽ നിന്ന് ഈ പറയുന്ന നട്ട് ഊരിയെടുത്തത്. ഇതുപോലെ നമുക്ക് ഈ ചൂടുള്ള കാലാവസ്ഥയിലോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞോ മോതിരം കൂടുതൽ ഇറുകിയതായി തോന്നുന്നതും അത് നീക്കം ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാകുന്നതും പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്.
കാരണം ഉയർന്ന താപനില ഈ ശരീരഭാഗങ്ങൾ വീർക്കാനായിട്ട് കാരണമാകാറുണ്ട്. ഈ മിക്കപ്പോഴും ഇത്തരത്തിലൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മിക്ക മോയ്സ്ചറൈസറുകളോ അല്ലെങ്കിൽ ഈ വഴുക്കലുള്ള വസ്തുക്കളും വിലയേറിയ ലോഹങ്ങൾക്കും കല്ലുകൾക്കും ദോഷകരമാണെങ്കിലും ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ അവയുടെ ഉപയോഗം ആവശ്യമായി വന്നേക്കും. നമ്മളും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ കുഞ്ഞുകുട്ടികളുടെ കയ്യിലൊക്കെ ഇത്തരത്തിൽ മോതിരം കുടുങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വള കുടുങ്ങുകയാണെങ്കിൽ തന്നെ അമ്മ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തേച്ച് അതിനുശേഷമായിരിക്കും പതുക്കെ അവർക്ക് വേദനിക്കാത്ത രീതിയിൽ അത് ഊരിയെടുക്കുന്നുണ്ടാവുക. പക്ഷേ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ അത് അസഹനീയമായ വേദനയാവുകയാണെങ്കിലാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സ് സംഘങ്ങളെ ബന്ധപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ ഹെയർ കണ്ടീഷണർ, ബോഡി ലോഷൻ അല്ലെങ്കിൽ ബേബി ഓയിൽ എന്നിവ ഉപയോഗിച്ചും ഇത്തരത്തിൽ നമ്മൾ വീട്ടിലൊക്കെ പ്രാഥമികമായിട്ട് ആദ്യം ഇത് ഊരാൻ ശ്രമിക്കാറുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ഇങ്ങനെ കാലങ്ങളായി ഊരാതിരുന്ന മോതിരങ്ങൾ യുവാവിന്റെ വിരലിൽ കുടുങ്ങിയ സംഭവം ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷയില്ലാതായതോടെ ഏറെ നേരത്തെ ശ്രമഫലമായി തിരുവനന്തപുരം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ അന്നും ഈ വിരലിൽ നിന്ന് ഈ ഒരു മോതിരം മുറിച്ചു നീക്കിയത്. മോതിരം മുറുകി വിരലിന് നീര് വന്ന് പരിക്കേറ്റ യുവാവും ഇത്തരത്തിൽ ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിലാണ് ആദ്യം പ്രാഥമിക ചികിത്സ തേടിയെത്തിയത്. അതായത് ഈ നില വഷളായപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ ആശുപത്രിയിൽ എത്തുന്നത് എന്നുള്ളതാണ്. തുടക്കത്തിലെ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയി നമ്മളെ കണ്ട് ദൂരാൻ സാധിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണം, അല്ലെങ്കിൽ ഫയർഫോഴ്സ് സംഘങ്ങളുടെ അടുത്തെത്തി അത് ഊരാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ വേദനയും പിന്നീട് കൂടുന്ന സ്ഥിതിയിലേക്കാണ് എത്തുന്നത്. അന്ന് ഇതുപോലെ 42 വയസ്സുള്ള യുവാവിനാണ് ഇത്തരത്തിൽ ഇടത് കൈയിലെ മോതിരവിരലിൽ 2 സ്റ്റീൽ മോതിരങ്ങൾ ഇത്തരത്തിൽ കുടുങ്ങിയതും അന്ന് ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മുറിച്ചു നീക്കിയത്. ഏറെ കാലമായി മോതിരങ്ങൾ ഊരാതെ കിടക്കുകയായിരുന്നു. വിരൽ നീര് വന്ന് വണ്ണം വെച്ചതോടെയാണ് ഇദ്ദേഹം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വിരൽ നീര് വന്ന് വീർത്തതോടെ മോതിരങ്ങൾ ഇളക്കി മാറ്റാൻ കഴിയാതായി. ഇതോടെയാണ് ഡോക്ടർമാർ ഫയർഫോഴ്സ് സഹായം നിർദ്ദേശിച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുധീറിന്റെ നേതൃത്വത്തിലുള്ള ഓഫീസർമാരാണ് ഇത്തരത്തിൽ ഏകദേശം 1 മണിക്കൂർ പരിശ്രമിച്ച് കട്ടർ ഉപയോഗിച്ച് പതുക്കെ മോതിരങ്ങൾ മുറിച്ചു നീക്കുകയായിരുന്നു. മോതിരം കിടന്ന് മുറിവായ വിരൽ പൂർണ്ണമായി സുഖപ്പെടുന്നതിന് തന്നെ 2 ആഴ്ച സമയം വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു മുൻപും തൃശ്ശൂര് ഒരു കുട്ടി, വളരെ ചെറിയ കുട്ടിയാണ്, ജനനേന്ദ്രിയത്തിൽ ഇത്തരത്തിൽ സ്റ്റീൽ മോതിരം കുടുങ്ങിയ വാർത്തയും നമ്മൾ കണ്ടിരുന്നു. അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരായിരുന്നു അന്ന് രക്ഷകരായത്. ഒറ്റപ്പാലം സ്വദേശിയായ ഒരു 12 വയസ്സ് തന്നെയാണ് ഇത്തരത്തിൽ അന്ന് ഡോക്ടർമാർ സഹായിച്ചത്. കുളിക്കുന്ന സമയത്തും കുട്ടി അബദ്ധത്തിൽ കട്ടിയുള്ള സ്റ്റീൽ മോതിരം ജനനേന്ദ്രിയത്തിൽ ഇടുകയായിരുന്നു. ഭയം മൂലം കുട്ടി 2 ദിവസത്തേക്ക് അത് മാതാപിതാക്കളെ ഒന്നും തന്നെ അറിയിച്ചില്ല. അപ്പോഴേക്കും മോതിരം ഇറുകി ജനനേന്ദ്രിയത്തിൽ നീർക്കെട്ടും വീക്കവും സംഭവിച്ചതിനാൽ അത് ഊരിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരികയായിരുന്നു. 3-ാം ദിവസം ഇക്കാര്യം അറിഞ്ഞ മാതാപിതാക്കൾ ഉടനെ കുട്ടിയെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുട്ടിയെ ശിശു ശസ്ത്രക്രിയ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി. നല്ല കട്ടിയുള്ള സ്റ്റീൽ മോതിരമായിരുന്നതുകൊണ്ടും അത് വളരെയധികം മുറുകിയിരുന്നതുകൊണ്ടും ലോക്കൽ അനസ്തേഷ്യയിൽ സാധാരണ സ്റ്റീൽ കട്ടർ ഉപയോഗിച്ച് മോതിരം മുറിച്ചെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് അത്യന്തം ശ്രമകരമായാണ് മോതിരം മുറിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കയ്യിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വളയോ മറ്റെന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആദ്യം തന്നെ നമ്മളെ കൊണ്ട് അത് ഊരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഉടനെ ഒന്നുകിൽ ആശുപത്രിയിൽ ചികിത്സ തേടുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഫയർഫോഴ്സ് സംഘങ്ങളെ ബന്ധപ്പെടുക. അല്ലാതെ ഇത് കൂടുതൽ അവിടെ ഇരുന്ന് വഷളായി ഇത്തരത്തിൽ തൊലിയൊക്കെ വളർന്നു കഴിഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം തന്നെ പ്രാഥമിക ചികിത്സ തേടേണ്ടതാണ്.